ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നൈക്വിസ്റ്റ് പ്ലോട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലോട്ടിന്റെ ഹെൽപ്പോട് കൂടി നൈക്വിസ്റ്റ് പ്ലോട്ട് ചെയ്യാം. ക്വസ്റ്റിലേക്ക് പോവാം. യൂസിങ് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ, ഇൻവെസ്റ്റിഗേറ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ജി ഓഫ് എസ് ഈക്വൽസ് 10 ഡിവൈഡഡ് ബൈ s+1 ഇൻറ്റു s+2. ഓക്കെ, ഇപ്പം ഇതിനകത്ത് നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് തന്നിരിക്കുന്നത് ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തുള്ള നൈക്വിസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുക. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ GS is equal to 10 divided by s+1 into s+2. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി നൈക്വിസ്റ്റ് പ്ലോട്ടിൽ നിന്ന് ചോദിക്കാറുള്ളത്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും രഹസ്യ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്ലോട്ടാണ് നൈക്വിസ്റ്റ് പ്ലോട്ട്. അപ്പം ഫസ്റ്റ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക. അപ്പൊ അതിനകത്ത് നോക്കണം ടൈപ്പ് ഓഫ് സിസ്റ്റം ഏതാണെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ ടൈപ്പും ഓർഡറും ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡഡ് ആണ്, അതൊന്ന് വാച്ച് ചെയ്യുക. ഇപ്പൊ ടൈപ്പ് ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് പോൾ സെറ്റ് ഒറിജിൻ ആണ്. ഓപ്പൺ ലൂപ്പ് പോൾസ് അറ്റ് ഒറിജിൻ. ഒരു ജനറലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ s⁻n ഇൻറ്റു s+4 ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരികയാണെങ്കിൽ ഈ n ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇപ്പം s⁻n ഡിനോമിനേറ്ററിൽ s⁻n, അതിൽ n കറസ്പോണ്ട് ചെയ്യുന്നതാണ് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ s⁻0 ടേം ആണ് വരുന്നത്. അപ്പം ടൈപ്പ് 0 ആണ്. ദിസ് ഈസ് ടൈപ്പ് 0. അപ്പം ഫസ്റ്റ് നൈക്വിസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. അതിന്റെ ടൈപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഇതിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ വരികയാണെങ്കിൽ s⁻n ആണ്. അപ്പൊ ഇവിടെ s⁻2 ടേം ഇല്ല, സോ നമുക്ക് s⁻0 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ ടൈപ്പ് 0 സിസ്റ്റം ആണ്. അപ്പൊ ടൈപ്പ് 0 സിസ്റ്റം ആണെങ്കിൽ നമ്മളുടെ നൈക്വിസ്റ്റ് പ്ലോട്ട് ഉണ്ടല്ലോ, നൈക്വിസ്റ്റ് പ്ലോട്ടിന്റെ കോണ്ടൂർ ജനറൽ ആയിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഡ്രോ ചെയ്യാം. ഇപ്പൊ രണ്ട് ആക്സിസ് കാണും. അപ്പൊ അതില് ഇപ്പൊ ഏത് ഒരു സിസ്റ്റം ആണെങ്കിലും അതിന്റെ ടൈപ്പ് 0 ആണെങ്കിൽ ഈ നൈക്വിസ്റ്റ് പ്ലോട്ടിന്റെ ഒരു കോണ്ടൂർ എന്ന് പറയുന്നത് അതിനകത്ത് 3 സെക്ഷൻസ് കാണും, 3 സെക്ഷൻസ് കാണും. ഓക്കെ, സെക്ഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ A തൊട്ട് ഇവിടെ ഒരു പോയിന്റ് B വരെ. അപ്പൊ ഈ ഒരു കോണ്ടൂർ ആയിരിക്കും ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ A സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ കോണ്ടൂർ പോകുന്നത്. അതിനുശേഷം A B ഇവിടുത്തെ പോയിന്റ് ക്രോസ് ചെയ്യുന്ന പോയിന്റ് C, ഇതുപോലെ ഇവിടെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് D. അപ്പൊ ഫസ്റ്റ് കോണ്ടൂർ എന്ന് പറയുന്നത് ഈ A to B എന്നുള്ള കോണ്ടൂർ ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു 3 സെക്ഷൻസ് ഉണ്ട്. ഇപ്പം ഒരു സെക്ഷൻ എന്ന് പറയുന്നത് A to B ആയിരിക്കും. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ബിന്ന് സ്റ്റാർട്ട് ചെയ്ത് സി കൂടെ വന്ന് ഡിയിൽ എൻഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് സെക്ഷൻ എന്താണ്? സെക്ഷൻ എ ബി ആണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ബി സി ഡി ആണ്. ബി സി ഡി സെക്കൻഡ് സെക്ഷൻ. ഇനി മൂന്നാമത്തെ സെക്ഷൻ ഉണ്ട്. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതുണ്ട്, എ ഡി എന്നുള്ള സെക്ഷൻ. ദിസ് വൺ, ഇതായിരിക്കും അതിന്റെ ആരോ വരുന്നത്. ഇതാണ് ഒരു ടൈപ്പ് 0. നമ്മളിപ്പം നൈക്വിസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. ഒരു ടൈപ്പ് 0, അതായത് ഡിനോമിനേറ്ററിൽ എസിന്റെ പവർ 0 ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ഒരു ജനറൽ കോണ്ടൂർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. അതിനകത്ത് 3 സെക്ഷൻസ് കാണും. ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A to B, സെക്കൻഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ B C D, അതിന്റെ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. തേർഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ D to A എന്നുള്ള സെക്ഷൻ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സെക്ഷന്റെയും പ്ലോട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്ലോട്ട് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെക്ഷൻ എ ബി, സെക്കൻഡ് സെക്ഷൻ ബി സി ഡി ആൻഡ് തേർഡ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ. ഈ 3 സെക്ഷന്റെ പ്ലോട്ട് വരയ്ക്കുക എന്നുള്ളതാണ്
നമ്മളുടെ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എ ടു ബി. ഓക്കെ, ഈ ഫസ്റ്റ് സെക്ഷൻ എ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്മളുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് ആണ് വരയ്ക്കേണ്ടത്. പോളാർ പ്ലോട്ട് ഓൾറെഡി നമ്മളുടെ ചാനലിൽ പോളാർ പ്ലോട്ടിന്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്, ട്രിക്സ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡഡ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പം നൈക്വിസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോളാർ പ്ലോട്ട് എന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പം ഫസ്റ്റ് ഈ എ ടു ബി എന്നുള്ള സെക്ഷന്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് ആണ്. ഞാൻ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എഴുതുകയാണ്. നമുക്ക് ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷൻ gs hs ഈക്വൽസ് 10 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2. അതിൽ പോളാർ പ്ലോട്ടാണ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. പോളാർ പ്ലോട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എസിന് ജെഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ജി എസ് എച്ച് എസ് എന്നുള്ള ടേമിനകത്ത് എസിന് ജെഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ജി ജെഒമേഗ എച്ച് ജെഒമേഗ ഈക്വൽസ് 10 ഡിവൈഡഡ് ബൈ ജെഒമേഗ പ്ലസ് 1 ഇൻറ്റു ജെഒമേഗ പ്ലസ് 2 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഇതിന്റെ ഇപ്പോൾ ഇമാജിനറി ടേം ഫോമിലായി. ഓക്കെ, എ പ്ലസ് ജെ ബി അതുപോലത്തെ ഇമാജിനറി ടേം ആയി. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എം ആംഗിൾ 5 ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, മാഗ്നിറ്റ്യൂഡ് ആംഗിൾ 5 ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ഫസ്റ്റ്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് ജി ജെ ഒമേഗ എച്ച് ജെ ഒമേഗ ഈക്വൽ ടു, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മോഡ് ജി ജെ ഒമേഗ എച്ച് ജെ ഒമേഗ ഈക്വൽ ടു 10 10 തന്നെ ഡിവൈഡഡ് ബൈ, നമുക്കറിയാം ഇപ്പൊ എ പ്ലസ് ജെ ബി ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇമാജിനറി ടേം ബി ആണ് ബി സ്ക്വയർ. അപ്പൊ അതുപോലെ ഇതിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു എ പ്ലസ് ജെ ബി ഫോം ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, റൂട്ട് ഓഫ് ഫസ്റ്റ് ഇമാജിനറി ടേം നടക്കുന്നത്. അപ്പൊ ഇമാജിനറിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ സ്ക്വയർ പ്ലസ് റിയൽ സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ 1 എന്ന് വരും. ഇനി സെക്കൻഡ് ടേമിന്റെ എന്ത് വരും, റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് റിയലിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി, ഈ കറസ്പോണ്ടിങ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നെക്സ്റ്റ് അതിന്റെ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ആംഗിൾ ജി ജെ ഒമേഗ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എ പ്ലസ് ജെ ബി ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ ആണ്. ഇപ്പൊ 1 ബൈ എ പ്ലസ് ജെ ബി ആണെങ്കിൽ മൈനസ് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ ആണ്. റിയൽ ടേമിന് ആംഗിൾ ഇല്ല, ഇമാജിനറി ടേം. ഇപ്പൊ ഇവിടെ രണ്ട് ടേം ഉള്ളത്, 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 1ഉം 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ പ്ലസ് 2ഉം. അപ്പം ഈ ഒരു ജനറൽ ഫോം ആണ്. എന്തൊരു നെഗറ്റീവ് വരും, മൈനസ് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ബൈ റിയൽ, ഇമാജിനറി ടേം ഒമേഗ ബൈ റിയൽ 1. അടുത്തതും 1 ബൈ ഫോം ആണ്. സോ മൈനസ് ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ടേം എന്ന് പറയുന്നത് ഒമേഗ ബൈ 2 വരും. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ പോളാർ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡും ആംഗിളും അതുപോലെ ഫൈനൽ മാഗ്നിറ്റ്യൂഡും ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ് ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒമേഗയ്ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡിന്റെ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ് മാഗ്നിറ്റ്യൂഡിൻ്റെത്. അതുപോലെ ദിസ് കറസ്പോണ്ട്സ് ടു ഫേസ്. അപ്പൊ ഇതിനകത്ത് ഒമേഗയ്ക്ക് 0 കൊടുക്കുകയാണ്. അപ്പം 0 കൊടുത്തിട്ട് ആ പ്ലോട്ടിന്റെ ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡും ഫേസും ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒമേഗയ്ക്ക് 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും, 10 ഡിവൈഡ് ബൈ 0 പ്ലസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് 0 പ്ലസ് 4 എന്ന് വരും. ഓക്കെ, എന്ത് വരും, 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 1 ഇൻറ്റു ഒമേഗയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 4 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇതിന്റെ ഇത് 1, ഇത് റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ 5 വരും. ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 5 വരും. ഇനി ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ടാൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ 0 ആണ്, മൈനസ് ടാൻ ഇൻവേഴ്സ് 0. അപ്പം ആംഗിള് 0 വരും. അപ്പം ഇനിഷ്യൽ ആയിട്ടുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5ഉം അതിന്റെ ആംഗിൾ 0യും വന്നു. ഇനി എന്ത് കണ്ടിരിക്കണം, ഫൈനൽ മാഗ്നിറ്റ്യൂഡും ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒമേഗയ്ക്ക് നമ്മൾ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, മാഗ്നിറ്റ്യൂഡിനകത്ത് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 10 ഡിവൈഡ് ബൈ
റൂട്ട് ഓഫ് ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 1 റൂട്ട് ഓഫ് ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 4. അപ്പം 10 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എനി ടേം ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 0 വരും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 വരും. ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒമേഗയ്ക്ക് എന്ത് വാല്യൂ കൊടുക്കും? നമ്മൾ ഇൻഫിനിറ്റി വാല്യൂ കൊടുക്കും. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി. മൈനസ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. മൈനസ് അഗെയിൻ ടാൻ ഇൻവേഴ്സ് ഒമേഗ ഇൻഫിനിറ്റി കൊടുക്കും, 90 വരും. അപ്പം ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ -90 പ്ലസ് -90 എന്ന് പറയുന്നത് -180 ഡിഗ്രി കിട്ടും. അപ്പം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോളാർ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒമേഗയ്ക്ക് 0 കൊടുത്ത് ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡും ആംഗിളും ഫൈൻഡ് ഔട്ട് ചെയ്ത്, അതുപോലെ ഒമേഗയ്ക്ക് ഒരു ഫൈനൽ വാല്യൂ ഇൻഫിനിറ്റി കൊടുത്ത് ഫൈനൽ വാല്യൂം അതിന്റെ ഫൈനൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂം അതുപോലെ ഫൈനൽ ആംഗിൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ പോളാർ പ്ലോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടൈപ്പ് 0 ആയിട്ടുള്ള സിസ്റ്റത്തിൽ 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഈ ഒരു സെക്ഷന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇത്രയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി പോളാർ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. പോളാർ പ്ലോട്ട് ചെയ്യാണ്. അതിന്റെ ആക്സിസ് വരച്ചു. പോളാർ പ്ലോട്ടിൽ ഇവിടെ 0, -90, -180, -270 ഡിഗ്രി. നമുക്ക് കിട്ടിയത് ഒമേഗ ഈക്വൽ ടു 0. ഇനിഷ്യലില് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5ഉം ആംഗിൾ 0യും, ഫൈനലില് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0യും ആംഗിൾ -180 ഡിഗ്രിയാണ്. അപ്പം ഈ പോളാർ പ്ലോട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രിക്സ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുക. അപ്പം ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നോക്കേണ്ടത് രണ്ടിന്റെയും ആംഗിളാണ് നോക്കേണ്ടത്. അപ്പം ഇനിഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ആംഗിൾ 0 ആണ്. അതുപോലെ ഫൈനൽ ആംഗിൾ -180 ഡിഗ്രി ആണ്. അതുപോലെ ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഈ 0 ആംഗിളിൽ മാഗ്നിറ്റ്യൂഡ് എന്തുണ്ട്? ഒരു 5 ഉണ്ട്. അപ്പൊ ഒരു മാഗ്നിറ്റ്യൂഡ് 5 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫൈനൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 0 ആണ്. അത് എൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പം -180 ആണ്. അപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കും? ഈ 5 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അതിന്റെ ആംഗിൾ 0 ആണ്. എവിടെ എൻഡ് ചെയ്യുന്ന? മാഗ്നിറ്റ്യൂഡ് 0 ആണ് എൻഡ് ചെയ്യുന്നത്. ആംഗിൾ ഈ -180. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് -180 ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ എ ബി സെക്ഷന്റെ കറസ്പോണ്ടിങ് നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോണ്ടൂർ എന്ന് പറയുന്നത് ഇതിന്റെ പോളാർ പ്ലോട്ട് ആണ്. നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനൊരു പ്ലോട്ട് കിട്ടി. ഓക്കെ, അപ്പം 5 ഇനിഷ്യൽ മാഗ്നിറ്റ്യൂഡ്, ഫൈനൽ മാഗ്നിറ്റ്യൂഡ് 0, ഇനിഷ്യൽ ആംഗിൾ 0, ഫൈനൽ ആംഗിൾ -180 ഡിഗ്രി. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? അപ്പം ഈ ടൈപ്പ് 0 ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ കോണ്ടൂറിനകത്ത് ഇങ്ങനെ 3 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എ ബിയുടെ വരച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഈ ഡി എ എന്നുള്ള ഈ സെക്ഷൻ ആണ്. ഡി എ എന്നുള്ള സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മിറർ ഇമേജ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ഓൾറെഡി ഈ സെക്ഷൻ എ ബിയുടെ പോളാർ പ്ലോട്ട് വരച്ചു. അതിന്റെ മിറർ ഇമേജ് ആയിരിക്കും ഈ സെക്ഷൻ ഡി എ എന്നുള്ളതിന്റെ പ്ലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ, ഓക്കെ, ഇങ്ങനെ വന്ന് ഇവിടെ വന്നിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് സെക്ഷൻ എ ബി. സെക്ഷൻ ഡി എ plot corresponds to mirror image of section AB of polar plot. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് 2 സെക്ഷൻ എ ബിയുടെയും അതുപോലെ ഡി എയുടെയും പ്ലോട്ട് വരച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ബി സി ഡിയുടെ പ്ലോട്ടാണ് വരയ്ക്കേണ്ടത്. സെക്ഷൻ ബി സി ഡി, സെക്ഷൻ ബി സി ഡിയുടെ പ്ലോട്ട് വരയ്ക്കണം. അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ജി എസ് എച്ച് എസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ s+1 ഇൻറ്റു s+2 എന്നുണ്ട്. അതിൽ പുട്ട് എസ് ഈക്വൽസ് ലിമിറ്റ് ക്യാപിറ്റൽ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ ഇ റൈസ് ടു ജെ തീറ്റ ഇൻ ദിസ് ജി എസ് എച്ച് എസ്. അതായത് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ എസിന് എന്ത് ചെയ്യണം? ആർ ഇ റൈസ് ടു ജെ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ആറിന്റെ വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം.
അതുപോലെ തന്നെ അതിനകത്ത് ഈ തീറ്റ ഉണ്ട്. തീറ്റ അതിന്റെ ചേഞ്ചസ് ഫ്രം ഈ സെക്ഷൻ നോക്കുക. അപ്പൊ ഈ സെക്ഷൻ നോക്കുമ്പോൾ ഇത് 0, ദിസ് ഈസ് -90, -180, -270, അല്ലെങ്കിൽ ഇതിന് -270 നമുക്ക് 90 എന്ന് പറയാം. ഓക്കെ, 90 ഡിഗ്രി എന്ന് പറയാം. അപ്പം ഈ BCD എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നുണ്ടായിരിക്കും +90 തൊട്ട് -90 വരെ ആയിരിക്കും അതിന്റെ ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പൊ തീറ്റ ചേഞ്ചസ് ഫ്രം +90 ടു -90 ഡിഗ്രി. +90 ടു -90 വന്ന എങ്ങനെയാ? അപ്പൊ ഇതിനകത്ത് ഈ ഒരു ആംഗിൾ, അപ്പൊ ഇവിടെ നിന്നാണല്ലേ സെക്ഷൻ തുടങ്ങുന്നത്, BCD എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 തൊട്ട് -90 വരെ. അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ എസിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? r(e⁻j∅ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ r→∞ കൊടുക്കും. തീറ്റ വേരീസ് ഫ്രം ആ സെക്ഷനിൽ നിന്ന് നമുക്ക് 90 ടു -90 കിട്ടും. അപ്പം അത് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള ടൈപ്പില് അതിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, ഓൾവേസ് 0 ആയിരിക്കും. അപ്പൊ അത് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ടൈപ്പ് 0 സിസ്റ്റത്തിനകത്ത് ഈ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന് ഈ ഈ +90 ടു -90 ആ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലിമിറ്റ്, ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് 0. ഓക്കെ, അപ്പം അവിടെ അപ്പൊ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ 0നെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ പ്ലോട്ടിൽ ഒരു 0 മാർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു ബബിൾ, ഒരു സർക്കിൾ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് ഇതാണ് കറസ്പോണ്ടിങ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇപ്പൊ നൈക്വിസ്റ്റ് പ്ലോട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 0 സിസ്റ്റം ആണ്. ഇപ്പൊ ടൈപ്പ് 0 സിസ്റ്റത്തിന്റെ ജനറൽ ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അതിന്റെ പ്ലോട്ടിനകത്ത് വരുന്നത് 3 സെക്ഷൻസ് കാണും. ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AB, സെക്കൻഡ് സെക്ഷൻ BCD ആൻഡ് തേർഡ് സെക്ഷൻ DA ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെക്ഷനിലെയും പ്ലോട്ട് ചെയ്യണം. അതിൽ ഈ AB എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോളാർ പ്ലോട്ട് ആയിരിക്കും. ഓൾറെഡി നമ്മൾ പോളാർ പ്ലോട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗിവൺ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോളാർ പ്ലോട്ട് വരയ്ക്കുക. ഇനി ഈ അടുത്ത സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് DA എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വരച്ച പോളാർ പ്ലോട്ടിന്റെ മിറർ ഇമേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതിന്റെ കേസിൽ നമുക്ക് ഈ സെക്ഷൻ AB എന്ന് പറയുന്നത് ഈ ഒരു പ്ലോട്ട് ആയിരുന്നു. ഇനി അടുത്ത അതിന്റെ മിറർ ഇമേജ്, ഓക്കെ, അതായത് സെക്കൻഡ് നമ്മളെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് DA ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ DA ആണ്. ദാറ്റ് കറസ്പോണ്ട്സ് ടു മിറർ ഇമേജ് ഓഫ് AB ആണ്. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ റിമൈനിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ BCD ആണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ടു -90 ആയിരിക്കും. അപ്പോൾ ആ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് തീറ്റയുടെ റേഞ്ചും അതുപോലെ r∞ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ ഓൾവേസ് 0 ആയിരിക്കും. അപ്പം ആ സെക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയൊരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്യും. ഇതാണ് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. ഇപ്പൊ നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം. നൈക്വിസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ n = P - Z ആണ്, where n corresponds to number of encirclement around -1 J0 എന്നുള്ള പോയിന്റിൽ നമ്പർ ഓഫ് എൻസർക്കിൾമെന്റ്സ് ആണ്. അതുപോലെ ഈ P ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് പോൾസ് ആണ്. അതുപോലെ ഈ Z കറസ്പോണ്ട്സ് ടു നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് സീറോസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ വരച്ച നൈക്വിസ്റ്റ് പ്ലോട്ടിനകത്ത് ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ നോക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് -1 J0 ആണ്. ഓക്കെ, അപ്പൊ ഇത് -1 J0 ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. ഓക്കെ, -1 J0. അപ്പൊ ഈ നമ്മളുടെ പ്ലോട്ടിനകത്ത് -1 J0 പോയിന്റ്, ഓക്കെ, ഇത് -1 ഇമാജിനറി ടേം 0. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എൻസർക്കിൾമെന്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എൻസർക്കിൾമെന്റ് N = 0 ആണ്.
ഇനി നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ 10 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ പോൾസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, എസ് ഈസ് ഈക്വൽ ടു -1ഉം എസ് ഈസ് ഈക്വൽ ടു -2 ആണ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോൾ -1ലും ഒരു പോൾ -2ലും ആണ്. അപ്പം ക്യാപിറ്റൽ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് പോൾസ്. ഇതിപ്പം എസ് പ്ലെയിൻ ആണ്. ദിസ് ഈസ് എസ് പ്ലെയിന്, ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ. റൈറ്റ് ഹാഫ് പോൾ, അപ്പോൾ ഇവിടെ ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് ഹാഫ് സൈഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് പോൾസ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ഹാഫിൽ പോൾസ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം പി ഈക്വൽ ടു 0 ആണ്. ഇനി ക്യാപിറ്റൽ ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് റൈറ്റ് ഹാഫ് സീറോസ്. ഇവിടെ സീറോസ് ഒന്നുമില്ല, സോ ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലയോ? എൻ ഈക്വൽ ടു പി മൈനസ് എന്നുള്ള ടേം സാറ്റിസ്ഫൈ ഇല്ലേ? അതായത് ഇവിടെ 0 ആണ്, ഇതും 0 ആണ്. അപ്പം ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്. അപ്പം എന്തായിരിക്കും സിസ്റ്റം? എന്തായിരിക്കും? സിസ്റ്റം വിൽ ബി സ്റ്റേബിൾ. സിസ്റ്റം ഈസ് സ്റ്റേബിൾ സിൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് എൻ ഈക്വൽ ടു പി മൈനസ് ഇസഡ്. ഹിയർ n equal to 0, p equal to 0 and z is equal to 0. Condition satisfied and system is stable. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നൈക്വിസ്റ്റ് പ്ലോട്ട് വരച്ചിട്ട് അതിൻ്റെ സിസ്റ്റം സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് പ്രോബ്ലം ആണ്. അതായത് ടൈപ്പ് 0 വരുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് 1, 2 വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ടൈപ്പ് 1 വരുന്നൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ടൈപ്പ് 1 ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് എക്സ്റ്റൻഷൻ ആയിട്ട് പോകത്തേ ഉള്ളൂ ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ആ ഒരു പ്രോബ്ലം കൂടെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നൈക്വിസ്റ്റ് പ്ലോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ് നൈക്വിസ്റ്റ് പ്ലോട്ട്. സെക്കൻഡ് പാർട്ടിൽ ടൈപ്പ് 1 വരുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.